അഭിരാമി മുറിയിലിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മണിക്കൂർ അടുത്തായി. ഈ 2 മണിക്കൂർ കൊണ്ട് ഞങ്ങളിൽ പലരും മാറി മാറി അഭിരാമിയോട് ഒരേ കാര്യം തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഉത്തരത്തിനായി അഭിരാമിയെ ദിവസം മുഴുവൻ വിടുത്താൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. സർ പ്ലീസ്, ഞാനല്ല ഇത് ചെയ്തതെന്ന് ഇവിടെ എല്ലാവരോടും ആവർത്തിച്ച് പറഞ്ഞതാ. അവരെല്ലാവരും കൂടി എന്നെ ട്രാപ്പ് ചെയ്തതാ. പ്ലീസ് എന്നെ രക്ഷിക്കണം. അഭിരാമിയാണ് ചെയ്തത് എന്നതിനുള്ള ധാരാളം തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, സാക്ഷികളുമുണ്ട്. അഭിരാമി ആണത് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ എന്തിനത് ചെയ്തു, എന്തിനയാളെ കൊന്നു, അത് മാത്രം പറഞ്ഞാൽ മതി. സർ, ഞാൻ ഇന്നലെ ആദ്യമായിട്ടാണ് അയാളെ കാണുന്നത് തന്നെ. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിലോട്ട് പോലും വരുന്നത്. ഇന്നലെ രാത്രി ഞാനും കിരണും അവിടെ തങ്ങിയതൊഴിച്ചാൽ യാതൊരു മുൻപരിചയം എനിക്ക് അവിടോ അയാളുമായിട്ടും ഇല്ല. എനിക്ക് അയാളെ കൊല്ലേണ്ട യാതൊരു ആവശ്യമില്ല. അഭിരാമി ഇപ്പോൾ പറഞ്ഞ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള അതേ കിരൺ തന്നെയാണ് അഭിരാമിക്കെതിരായിട്ടുള്ള ഒന്നാമത്തെ സാക്ഷി. എനിക്കറിയാം സാർ, അവനും അവളും ചേർന്ന് എന്നെ ഇതിൽ കുടിക്കരുതെന്ന്. അതാണ് എന്നെ പക്ഷേ സാർ, എന്നെ വിശ്വസിക്കണം. എനിക്കറിയില്ല ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്, എന്തിനാ അവരയാളെ കൊന്നതെന്ന്, എന്ത് കാര്യത്തിന് അവരെന്നെ ഇതിൽ പെടുത്തിയതെന്ന്. എനിക്ക് ചുറ്റിനും എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. പ്ലീസ് സാർ, പ്ലീസ് ഹെൽപ്പ് മീ. ഓക്കെ, സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്നുപോലും വിട്ടുപോകാതെ എന്നോട് പറയണം. എല്ലാം കേട്ടതിന് ശേഷം ഞാൻ തീരുമാനിക്കാം എന്താ ചെയ്യാനുള്ളതെന്ന്. ഞാനും കിരണം വർഷങ്ങളായിട്ടുള്ള റിലേഷനാണ്. 7 വർഷം മുന്നേ ബാംഗ്ലൂർ ജോലിക്ക് ചെന്നത് മുതൽ ഞങ്ങൾ അടുത്തതാണ്. ആദ്യം ഫ്രണ്ട്ഷിപ്പ്, പിന്നെ ലവ്. ആദ്യമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലോട്ട് പോകുമായിരുന്നു. എന്നാൽ കിരണുമായിട്ടുള്ള ലീവിങ് ടുഗദർ നാട്ടിലിറങ്ങിയ ശേഷം അവരുടെ എതിർപ്പ് കാരണം ഞാൻ നാട്ടിലേക്ക് വരാണ്ടായി. എന്നെ തനിച്ചാക്കാണ്ടിരിക്കാൻ ഈ വർഷങ്ങളിലൊന്നും കിരണം നാട്ടിലേക്ക് വന്നിട്ടില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൻ എന്നെ. അങ്ങനെ ഇരിക്കെ ഈ അടുത്തിടയ്ക്ക് അവൻ അവൻ്റെ വീട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അവർക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് അറിഞ്ഞ ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് പുറപ്പെട്ടത്. ബൈക്കിലായിരുന്നു യാത്ര. ഇന്നലെ രാത്രിയോടെ ഞങ്ങൾ ഏതോ ഒരു വില്ലേജിൽ എത്തിപ്പെട്ടു. ഒരുപാട് ഇരുട്ടിയത് കാരണം തൽക്കാലം അവിടെ എവിടെയെങ്കിലും തങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ആകെ ഒറ്റപ്പെട്ടൊരു സ്ഥലമായിരുന്നു അത്. ഹോട്ടലുകളോ ലോഡ്ജോ ഒന്നും തന്നെ കിട്ടാനില്ലായിരുന്നു. മറ്റു മാർഗമില്ലാണ്ട് അവിടെ കൊണ്ടൊരു വീട്ടിൽ രാത്രി തങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ആ നശിച്ച വീട്ടിൽ ഞാൻ എത്തിപ്പെട്ടത്. ഇവിടെ മതിയോ? നമുക്ക് വേറെ എവിടെയും നോക്കിയാലോ? എത്ര നേരം കഴിഞ്ഞാൽ ഈ ഏരിയയിലൊരു വീട് കാണുന്നത്? ഇവിടെ അടുത്തെങ്ങും വേറെ വീടുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു രാത്രിയിലേക്കല്ലേ. ലെറ്റ്സ് സ്റ്റേ ഹിയർ ടു നൈറ്റ്. ഹായ്, ഞാൻ കിരൺ. ഇത് അബി. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിയാണ്. നാട്ടിലേക്കുള്ള യാത്രയിലാണ്. ഇതിപ്പോൾ രാത്രി ഇത്രയും താമസിച്ചുകൊണ്ട് ക്യാൻ വി സ്റ്റേ ഹിയർ ടു നൈറ്റ്? അല്ല, ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഒന്ന്. അതിനെന്താ, കേറി വാ. ഇരിക്ക്. എഴുന്നേറ്റേ, നമുക്കിന്ന് അതിഥികളുണ്ട്.
മക്കളുടെ പേരെന്താ? ഞാൻ കിരൺ, ഇത് അബി. അഭിരാമി അങ്കിൾ. ഞാൻ സേതു, അത് ലക്ഷ്മി, എൻ്റെ മകളാ. ഇവര് ബാംഗ്ലൂരിൽ നിന്ന് വരുവാ. ഇന്ന് രാത്രിയാണ് ഇവിടെ താമസിച്ചോട്ടെ എന്ന്. അതിനെന്താ, ഇന്നിവിടെ കൂടിയിട്ട് നാളെ പോയാൽ മതി. ഉം. കഴിയുന്നതും രാത്രി യാത്ര ഒഴിവാക്കുന്നതാ നല്ലത്. അതെന്താ? അത് ഈ ദേശത്ത് ദുരാത്മാക്കളുടെ ശല്യം ഉണ്ടെന്നാ പറയുന്നത്. പലരും പല രാത്രികളിലും കണ്ടിട്ടുമുണ്ട്. ഇതൊക്കെ ഈ നൂറ്റാണ്ടിൽ ആരെങ്കിലും വിശ്വസിക്കുമോ അങ്കിൾ? ഏത് കാലത്തായാലും ആത്മാക്കൾ ഈ ഭൂമിയൊന്നും വിട്ടുപോകില്ല. പ്രത്യേകിച്ച് പ്രണയിച്ച് കൊതി തീരാത്തവരുടെ ആത്മാക്കൾ. മതി, വേറെ എന്തെങ്കിലും സംസാരിക്കാം. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും വിശ്വാസം കാണില്ല അല്ലേ? നാട്ടിലേക്ക് ഇപ്പൊ ചുമ്മാ വന്നയാണോ? ഇല്ല, ഞങ്ങളുടെ വിവാഹക്കാര്യം ഉറപ്പിക്കാൻ വീട്ടുകാരുമായിട്ട് സംസാരിക്കാൻ പോകുന്ന വഴിയാണ്. അവരുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ വ്യത്യാസം അവിടെ ചെന്നത് മുതൽ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. അവൾക്കാണെങ്കിൽ കിരണിന് മുന്നേ പരിചയമുള്ള പോലെയായിരുന്നു. അവളുടെ അച്ഛനെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആളുടെ സ്വഭാവത്തിലും എന്തൊക്കെയോ പന്തികേട് എനിക്ക് തോന്നി. നേരം കടന്നുപോയി. അവർ ഞങ്ങൾക്ക് കഴിക്കാൻ ഫുഡ് തന്നു. പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചു. ഈ വീട് അങ്കിള് വെച്ചാണോ? കണ്ടിട്ട് നല്ല പഴക്കം തോന്നുന്നു. അല്ല, ഇതെൻ്റെ മുത്തച്ഛൻ പണി കഴിപ്പിച്ച വീട്. ഓ ശരി. 100 വർഷത്തെ പഴക്കം ഉണ്ടായിരുന്നു. 4 കെട്ടും പത്തായവും എല്ലാം ഉള്ള വീടായിരുന്നു. പിന്നീട് ഞാനായിട്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തി എന്നേ ഉള്ളൂ. അന്ന് ഈ ദേശത്തെ ഒരു തമ്പ്രാനെ പോലെയായിരുന്നു എൻ്റെ മുത്തച്ഛൻ. നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. അതാണ് എൻ്റെ മുത്തച്ഛൻ. എന്നാ ഒരു പോയി കിടക്കട്ടെ, ഇത്രയും നേരമായില്ലേ? ആ, സമയം പോയതറിഞ്ഞില്ല. നിങ്ങൾ പോയി കിടന്നാട്ടെ. അപ്പോൾ ശരി അങ്കിൾ, ഗുഡ് നൈറ്റ്. ഈ മുറി അവരധികം ഉപയോഗിക്കില്ല എന്ന് തോന്നുന്നു അല്ലേ? ഏയ്, വാട്ട് ആർ യു തിങ്കിങ് ബേബ്? എന്തോ ഇവിടെ വന്ന മുതൽ എന്തോ ഒരു നോർമൽ അല്ലാത്ത ഫീലിംഗ്. എന്ത് ഫീലിംഗ്? അവരച്ഛനും മോളും ആണെന്ന് പറഞ്ഞതിൽ എന്തോ ഒരു ചേർച്ചക്കുറവില്ലേ? എന്ത് ചേർച്ച കുറവ്? നിനക്ക് തോന്നിയില്ല? നോ. പിന്നെ അവൾക്ക് നിന്നോടുള്ള പെരുമാറ്റം എനിക്കത്ര പിടിക്കുന്നില്ല. ഇതെന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡൗട്ട്? നിന്നെയല്ല, അവളെ എന്തോ. ദേ നോക്ക്, നമ്മുടെ കല്യാണക്കാര്യം സംസാരിക്കാനാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. പിന്നെ അവളല്ല, വേറെ ആര് വന്നാലും ഈ ജന്മം നിന്നെ വിട്ട് ഞാൻ പോകാൻ പോകുന്നില്ല. അതിന് അവൾ മാത്രമല്ലല്ലോ, ഞാനും കൂടെ വിചാരിക്കണ്ടേ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇനി അഥവാ ഉറക്കം വന്നില്ലെങ്കിൽ ആൽപ്രാക്സ് ഒരെണ്ണം ഇരിപ്പുണ്ടല്ലോ, അതെടുത്ത് കഴിച്ചിട്ട് ഉറങ്ങിക്കോ. വേണ്ട, നീ കിടക്ക്, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്.
മോഹൻ ശരിയായിരുന്നു. അവർ തമ്മിൽ അച്ഛൻ മകൾ ബന്ധമല്ലായിരുന്നു. അവനെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നല്ലോ. കാണാൻ നല്ല ചന്തമൊക്കെ ഉണ്ട്. നിങ്ങക്ക് തോന്നിയില്ലേ? എനിക്ക് സൗന്ദര്യം കുറയുന്നുണ്ടോ? എന്ത്? അല്ല, ആ വന്നവളെക്കാട്ടിലും പ്രായം തോന്നിക്കുന്നുണ്ടോന്ന്. നിനക്കെവിടുന്ന് പ്രായം തോന്നാന്? നീ ഇപ്പോഴും പഴയതുപോലെ തന്നെ. വയസ്സായത് എനിക്കല്ലേ. ഇത്ര വർഷത്തെ കാത്തിരിപ്പല്ലേ. കിരൺ, എണീക്ക്, നമുക്ക് പോവാം. നീ കേൾക്കാത്തതാണോ അതോ വരില്ലെന്നാണോ? കേട്ട്. പക്ഷെ നമുക്കിപ്പോൾ ഇവിടുന്ന് പോകാൻ പറ്റില്ല. അതെന്താ? വണ്ടി പഞ്ചറാ. പഞ്ചറാ? ഈ ചെരുപ്പ്. നീ എഴുന്നേക്ക്, നമുക്ക് വേറെ വണ്ടി പിടിച്ചു പോവാം. എങ്ങനെ പോവാനാ? ഫോൺ വിളിച്ചിട്ട്. ഊബർ ബുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? ഇവിടെ റേഞ്ച് ഒന്നും കിട്ടത്തില്ല. വേണമെങ്കിൽ വെളിയിൽ പോണം. എന്താ മോളെ, എന്തേലും പ്രശ്നമുണ്ടോ? ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞേ? ഇന്നലെ കടയടച്ച് പോകുമ്പോഴേക്കും നിങ്ങൾ അവിടേക്ക് കയറുന്ന ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് നിങ്ങളെ തടയാൻ കഴിഞ്ഞില്ല. അതൊരു ശാപം പിടിച്ച വീടാ മോളെ. ഇന്നലെ മോടെ കൂടെ ഉണ്ടായിരുന്ന ആരാ? ഞാൻ കല്യാണം കഴിക്കാൻ പോണ ആളാ. മക്കളെ പോലുള്ളവർക്ക് ഈ ശാപത്തിലും പ്രേതത്തിലും ഒന്നും വിശ്വാസമില്ലെന്നറിയാം. എന്നാലും പറയാം, എൻ്റെ ചെറുപ്പത്തിൽ നടന്ന സംഭവം. അവിടെ പണ്ടൊരു കാരണവരും ഭാര്യയോട് താമസിച്ചിരുന്നത്. മക്കളൊന്നുമില്ലായിരുന്നു. എന്നാലും രണ്ടുപേരും നല്ല സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അവർക്ക് ഈ ദുർമന്ത്രവാദത്തിന്റെ ആഭിചാരത്തിന്റെ ഒക്കെ പണിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരോട് നാട്ടുകാരും അടുപ്പം കാണിച്ചിരുന്നില്ല. അവരും ആരോടും അടുപ്പം കാണിച്ചിട്ടില്ല.
അവർക്ക് ആകെ വരുമാനം എന്ന് പറയാനുണ്ടായിരുന്നത് ദൂരെയൊക്കെ പോയി ചെയ്തിരുന്ന ഈ ദുർമന്ത്രവാദമൊക്കെ തന്നെയായിരുന്നു. ബന്ധമെന്ന് പറയാനുള്ളത് അകന്ന ബന്ധത്തിലോ മറ്റോ എവിടെയോ ഉള്ള ഒരു പയ്യൻ. അങ്ങനെ കാരണവരും ഭാര്യയും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു ദിവസം ആ പയ്യൻ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. പകൽ സമയം അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അന്ന് ആ പാതിരാത്രി ആയപ്പോ ആ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും അലർച്ച കേട്ട നാട്ടുകാരോടി നോക്കുമ്പോ പയ്യനെയും പെണ്ണിനെയും കെട്ടിയിട്ട് മന്ത്രവാദ കളത്തിന് മുമ്പിൽ അവരെ കൊല്ലാൻ നിൽക്കുന്ന കാരണവരും ഭാര്യയും. അത്രയായപ്പോ നാട്ടുകാരുടെ നിയന്ത്രണം മൊത്തം പോയി. ഇവരുടെ ദുർമന്ത്രവാദവും എല്ലാം കൊണ്ടും ഭയന്ന് കഴിഞ്ഞിരുന്ന നാട്ടുകാർ ആ ദേഷ്യമെല്ലാം അന്ന് അവരുടെ മേലെ തീർത്തു. ആ കാരണവരെയും ഭാര്യയും നാട്ടുകാരെല്ലാം കൂടി അങ്ങ് കൊന്നു. പിന്നെ ഏക അവകാശി എന്ന പേരിൽ ആ വീട് സ്വത്തുമെല്ലാം പയ്യന് കിട്ടി. പയ്യൻ ആ പെണ്ണിനെയും കെട്ടി അവിടെ തന്നെ താമസമാക്കി. പിന്നീടാണ് വീടിന് ചെറിയ മാറ്റമൊക്കെ വരുത്തിയത്. ആദ്യമൊക്കെ അവർ നാട്ടുകാരോടെല്ലാം നല്ല അടുപ്പമായിരുന്നു. എന്നാൽ പിന്നെ പിന്നെ അവരും ആ വീട്ടിൽ തന്നെ അങ്ങ് ഒതുങ്ങിക്കൂടി. അന്നത്തെ ആ പയ്യനാണ് ഇപ്പോൾ അവിടെയുള്ള സേതു. അപ്പോൾ അയാളുടെ ഭാര്യ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 6-7 വർഷമായി കാണും. ഒരു ദിവസം രാത്രി ഒരു പെണ്ണ് അവളുടെ കാമുകന്റെ അടുത്ത് പോകുന്ന വഴി ആ വീട്ടിൽ ചെന്നങ്ങ് കയറി. പിറ്റേന്ന് നേരം വെളുത്തപ്പോ അവക്ക് സേതുവിനോടായി പ്രേമം. അവക്ക് അയാളെ മതിയെന്ന്. അവൾ പിന്നെ ആ കാമുകനെ തേടി പോയിട്ടില്ല. സേതുവിന്റെ കാമുകയും ഭാര്യയും ഒക്കെ ആയി അവിടെ തന്നെ അങ്ങ് കൂടി. കാമുകൻ തിരക്കി വന്നിട്ടും ആ പെണ്ണ് പോയില്ല. കരഞ്ഞുകൊണ്ടാണ് ആ പയ്യൻ ആ വീട്ടിൽ നിന്ന് പോകുന്നത് കണ്ടത്. അതിലും കഷ്ടം സേതുവിന്റെ ഭാര്യയുടെ കാര്യമായിരുന്നു. ഈ പെണ്ണ് സേതുവിന്റെ ഭാര്യ ആയതോടെ അവളുടെ മാനസിക നില ആകെ തെറ്റി. കുറച്ചു ദിവസം ഭ്രാന്തിയായി അവിടെയെല്ലാം ഓടി നടന്നു. പിന്നെ ഒരു ദിവസം അവൾ അങ്ങ് കയറി ആത്മഹത്യ ചെയ്തു. എല്ലാം ആ പഴയ കാരണവരുടെയും ഭാര്യയുടെയും ശാപമാണെന്നാണ് നാട്ടുകാർ പറയുന്നു. എന്തായാലും പിന്നെ സേതുവും ആ പെണ്ണും മാത്രമായി അവിടെ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ചെന്ന് കയറുന്നത് നിങ്ങളാണ്. ആ വീടിന്റെ ചരിത്രം അറിയാവുന്നതുകൊണ്ട് പറയുക മോളെ, ആ വീട്ടിൽ ചെന്ന് കയറിയ കാമുകന്മാർക്കൊന്നും സമാധാനം കിട്ടിയിട്ടില്ല. സേതുവിന്റെ ഭാര്യയ്ക്ക് ഭ്രാന്തായതുപോലെ ആ പെണ്ണ് കാമുകനെ ഉപേക്ഷിച്ച പോലെ ആ കാരണവരുടെയും ഭാര്യയുടെയും ആത്മാക്കൾ ആരെയും ഒന്നിക്കാൻ സമ്മതിക്കില്ല. അവനെയും കൂട്ടി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്ക്. അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതം നരകമാക്കും. ചേട്ടന്റെ ഫോണും തരാവോ? എന്റെ ഫോണിൽ റേഞ്ച് ഇല്ല. മൊബൈല്? ഈ നാട്ടിൽ മൊബൈൽ ഫോണിനൊന്നും റേഞ്ചില്ല. ആകെ മാർഗം ലാൻഡ് ഫോണാണ്. അതിവിടെ അടുത്ത് ആകെ ഉള്ളത് ആ വീട്ടിൽ മാത്രമാണ്. ലാൻഡ് ഫോൺ എവിടെ? എന്തിനാ? പോലീസിനെ വിളിക്കാനാണോ? അത് നീ അറിയേണ്ട ആവശ്യമില്ല. നീ ആരെയും വിളിക്കുന്നില്ല. കൈയെടുക്ക്. നിനക്കെന്താ എന്നോട് ഇത്ര ദേഷ്യം? ഞാൻ അവനെ സ്വന്താക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? അത് നീ മാത്രം തീരുമാനിച്ചാ പോരല്ലോ, അവനും കൂടി വിചാരിക്കണ്ടേ? കിരൺ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. വണ്ടിയില്ലെങ്കിൽ നടന്നാണേലും പോവാം. ഇനി ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല. അതത്ര എളുപ്പമല്ല അഭിരാമി. അതെന്താ? കിരൺ, കിരൺ, ഓപ്പൺ ദി ഡോർ. കിരൺ, കിരൺ, ഡോർ തുറക്കാൻ.
കിരൺ പ്ലീസ് ഡോർ തുറക്ക്. കിരൺ കിരൺ എന്തിനാ അവരങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്താ അവിടെ നടന്നതെന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ ആ കടക്കാരൻ പറഞ്ഞ പോലെ മുൻപ് അവിടെ കൊല്ലപ്പെട്ടവരുടെ ശാപമാണോ അതോ അവർ മനഃപൂർവ്വം എന്നെ ചതിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല സാർ. അഭിരാമി പറഞ്ഞതല്ല ഓക്കെ, പക്ഷേ തെളിവുകളെല്ലാം അഭിരാമി ഈ പറഞ്ഞ കഥയ്ക്ക് എതിരാണ്. കഥയോ? മരിച്ച സേതുവിന്റെ ശരീരത്തിൽ കുത്തിയിറക്കിയ കത്തിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അഭിരാമിയുടെ ഫിംഗർ പ്രിന്റ് മാത്രമാണ്. സേതുവിന്റെ രക്തത്തിൽ പതിഞ്ഞ അഭിരാമിയുടെ ചെരുപ്പിന്റെ പ്രിന്റും ആ റൂമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കൂടാതെയുള്ള ശരീരത്തിൽ നിന്നും ആൽപ്രസോളത്തിന്റെ അംശം കിട്ടിയിട്ടുണ്ട്. അതും അഭിരാമി ഉപയോഗിക്കുന്ന സെയിം സ്ലീപ്പിംഗ് പിൽസ്. എന്തായി? എന്താകാൻ, പഴയതൊക്കെ തന്നെ. അവളല്ല ചെയ്തത്, അവൾക്കൊന്നും അറിയില്ല. പിന്നെ കുറെ പ്രേതകഥകളും. എങ്കിൽ ഒരു കാര്യം ചെയ്തോ, റിമാൻഡ് ചെയ്തേക്കാം. എന്തിനായിരുന്നൊക്കെ നമുക്ക് വഴിയെ പറയിപ്പിക്കാം. ഓക്കെ സാർ. സാർ, ഞാൻ കിരൺ, അഭിരാമിയുടെ. മനസ്സിലായി. സാർ, എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ? ഇല്ല കിരൺ, അവളൊരു കൊലപാതക കേസിലെ പ്രതിയാണ്. അവളെ ചോദ്യം ചെയ്ത് വരുന്നേ ഉള്ളൂ. റിമാൻഡ് ചെയ്യും. നിങ്ങൾക്ക് അവിടെ പോയി കാണാം. സാർ പ്ലീസ്, എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മതി. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം മനുഷ്യനെ ഇത്രയും ക്രൂരമായിട്ട് കൊല്ലാൻ മാത്രം അവൾക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയണം. അതറിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. അഭിരാമി, കിരൺ, ഈ ജന്മം എന്നെ വിട്ട് പോവില്ല എന്ന് പറഞ്ഞു നീ ഇന്നലെ കണ്ട ഒരുത്തിക്ക് വേണ്ടി എന്നെ ചതിച്ചുല്ലേ? എന്തിന്? നിനക്ക് എന്നെ വേണ്ട, അവളെ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനായിട്ട് മാർത്തരില്ലായിരുന്നു. പിന്നെ എന്തിനാ ഇതൊക്കെ? എനിക്ക് വേണ്ടിയിരുന്നത് എൻ്റെ ഭാര്യയായിരുന്നു അഭിരാമി. ഭാര്യയോ? നിന്നെ എനിക്ക് 6-7 വർഷമായിട്ട് അറിയാം. ഇതിനിടയ്ക്ക് ഒരിക്കൽ പോലും നീ നാട്ടിലോട്ട് വന്നിട്ടില്ല. വേറെ ആരുമായിട്ട് അടുപ്പമുള്ളതായിട്ടും തോന്നിയിട്ടില്ല. പിന്നെങ്ങനെ? ഒരു 6-7 വർഷമായി കാണും. ഒരു ദിവസം രാത്രി ഒരു പെണ്ണ് അവളുടെ കാമുകന്റെ അടുത്ത് പോകുന്ന വഴി ആ വീട്ടിൽ ചെന്നങ്ങ് കയറി. ലക്ഷ്മി തിരക്കി വന്നിരുന്ന ആ കാമുകൻ നീയായിരുന്നോ? അഭിരാമി, എനിക്ക് അവളോടുള്ള പ്രണയം തുടങ്ങിയിട്ട് വർഷം 80 കഴിഞ്ഞു. അവൾ എൻ്റെ ഭാര്യയാകുന്ന സമയത്ത് നീയൊന്നും ഈ ഭൂമുഖത്തേയില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഒന്നായവരാണ് ഞങ്ങൾ, കാർത്തുവും അവളുടെ ശങ്കരനും. തമ്മിൽ പിരിയാനാകാത്ത വിധം ഞങ്ങൾ പ്രണയിച്ചു. മരണം കൊണ്ടുപോലും പരസ്പരം വേർപിരിയരുതെന്ന് ആഗ്രഹിച്ചു. അതിനുള്ള മാർഗങ്ങൾ തേടി ഞങ്ങൾ മരണത്തെ തോൽപ്പിക്കാനുള്ള ഒരു മാർഗം മന്ത്രവാദത്തിലൂടെ കണ്ടെത്തി. ഞങ്ങളുടെ വീട്ടിൽ അതിഥികളായി വരുന്നവരിൽ പഠിച്ച മന്ത്രങ്ങൾ ചൊല്ലി പരകായ പ്രവേശം നടത്താനുള്ളൊരു കർമ്മം. ആത്മാവിനെ ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് മാറ്റുന്ന ഒരു അത്ഭുത കർമ്മം. ഞങ്ങളുടെ അതിഥികളായി ആദ്യം എത്തിയത് എൻ്റെ സ്വത്തിൻ്റെ ഏക അവകാശിയായിരുന്ന സേതുവും അവൻ്റെ പെണ്ണുമായിരുന്നു. വാർദ്ധക്യത്തിലായിരുന്ന ഞങ്ങൾ അന്ന് രാത്രി തന്നെ അവരുടെ ശരീരത്തിലേക്ക് ഞങ്ങളുടെ മനസ്സ് കൈമാറി. അതോടെ മനസ്സ് നഷ്ടപ്പെട്ട ഞങ്ങളുടെ പഴയ ശരീരങ്ങൾ ഒരുതരം ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തി. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ തന്നെ അലറി വിളിച്ച് ആളെ കൂട്ടി
ഞങ്ങളുടെ പഴയ ശരീരങ്ങൾക്ക് വിശ്രമം നൽകി. അങ്ങനെ പുതിയ ശരീരത്തിലൂടെ വീണ്ടും ഞങ്ങൾ പ്രണയിച്ച് ജീവിച്ചു. അത് ഈ പാമ്പ് പടവുരിഞ്ഞ് പഴയ കരുത്ത് വീണ്ടെടുക്കുന്ന പോലെ വാർദ്ധക്യത്തിൽ നിന്ന് യൗവനം നേടിയെടുക്കുന്നത് അനുഭവിച്ചാൽ മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ലഹരിയാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. വാർദ്ധക്യം ഞങ്ങളെ വീണ്ടും ബാധിച്ചു. അപ്പോഴാണ് ലക്ഷ്മിയുടെ വരവ്. കാമുകനെ തേടിപ്പോയ അവളിൽ ആ രാത്രി ഞാൻ എൻ്റെ കാർത്തൂവിൻ്റെ മനസ്സ് കൈമാറി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അവക്ക് സേതുവിനോടായി പ്രേമം. അവക്ക് അയാളെ മതിയെന്ന്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് എൻ്റെ മനസ്സ് കൈമാറാൻ ഒരു ശരീരമായിരുന്നു. ആ അതിഥിക്കായി ഞങ്ങൾ കാത്തിരുന്നു. ആ കാത്തിരിപ്പിനൊടുവിൽ നീ ഞങ്ങൾക്ക് നിന്റെ ഈ കിരണിനെ കൊണ്ടു തന്നു. ഹായ്, ഞാൻ കിരൺ. ഇത് അബി. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിയാണ്. നാട്ടിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ നിങ്ങളെ സന്തോഷിപ്പിച്ചുറക്കിയ ശേഷം എൻ്റെ പഴയ ശരീരം അവസാനമായി പങ്കിട്ട് ഞങ്ങൾ ആ മുഹൂർത്തത്തിനായി കാത്തിരുന്നു. ഞാനിതെവിടാ? നിങ്ങളൊക്കെ ആരാ? ഈ ഞാനാരാ? വാർദ്ധക്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് തിരിച്ചെത്താൻ യയാതി രാജാവിനെ സഹായിച്ച മകൻ പുരുവിനെ പോലെ മാത്രമാണ് ഞങ്ങൾ അതിഥികളെ കണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അതിഥിയായി കൂടെ വന്ന നീ ഞങ്ങൾക്കൊരു അധികപ്പറ്റായിരുന്നു. നിന്നെ ഒഴിവാക്കാതെ ഞങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയില്ല. ഇനി അവളെ കൊടുക്കാനുള്ള കാര്യങ്ങൾ നീക്കണം. അതിനായി ഞാൻ ഒരു കത്തി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി അവളൊരു ചെരുപ്പം കൂടെ കിട്ടിയ കാര്യം എളുപ്പമായി. അവളെന്തോ ഉറക്ക ഗുളിക ഉപയോഗിക്കുന്നുണ്ട്. അതും അവൾക്കെതിരെ നീക്കണം. അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹപ്രകാരം എല്ലാം നടന്നുകൊണ്ടിരുന്നു. പിറ്റേന്ന് നീ വണ്ടി തേടി പുറത്തേക്ക് പോയ സമയം സേതുവിനെ കൊന്ന് ഞങ്ങൾ നിനക്കായി കാത്തിരുന്നു. അങ്ങനെ പതിറ്റാണ്ടുകൾക്ക് മുൻപേ മരിച്ചുവെന്ന് അല്ല, കൊന്നുവെന്ന് മാലോകർ പാടി നടക്കുന്ന കാർത്തുവും ശങ്കരനും ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിലും മരണമില്ലാതെ പേരും രൂപവും മാറി മാറി ഇന്ന് ലക്ഷ്മിയും കിരണുമായും വരെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നിന്റെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇത്രയും കാലം ഞങ്ങൾ പരകായ പ്രവേശം ചെയ്തപ്പോഴെല്ലാം മനസ്സ് നഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ് ഭ്രാന്തായത്. അതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വേദന എന്തെന്ന് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ആദ്യമായി മനസ്സ് നഷ്ടപ്പെടാതെ തന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാ ഓർമ്മകളോടും കൂടെ ഒരാൾ ഭ്രാന്തിയായി ജീവിക്കാൻ പോകുന്നു. ഇവനെല്ലാം ചെയ്തേ. ഇത് കിരണല്ല, ഇത് പഴയ ശങ്കരനാ. നിർത്തടി, അവളോരോ കഥകളായിട്ട് വരുന്നു. രാജേ, പെട്ടെന്ന് അവളെ റിമാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്ക്. ബാക്കി കഥ അവള് ജയിലിരുന്ന് പറഞ്ഞോളൂ. സാർ, ഇതെന്താ? വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ യവനത്തിൽ ഒന്നിക്കുകയല്ലേ.
അപ്പ ആ പഴയ ഓർമ്മയ്ക്കായി.